ഹായ് ഗൈസ്, എല്ലാവർക്കും അജ്മൽ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇന്ന് വീഡിയോ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ പോകുന്നതിൻ്റെ ലൊക്കേഷൻ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഷൂട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് നമ്മളെ ലൊക്കേഷനത്തെ വീട്, കണ്ടില്ലേ? അപ്പോൾ ഇന്ന് ഇവിടെയാണ് നമുക്ക് ഷൂട്ട്. ഇന്ന് ആരിഫിൻ്റെ ഷൂട്ടാണ്, ആരിഫിൻ്റെ വീഡിയോക്കുള്ള ഷൂട്ടാണ്. അപ്പോൾ കാണിച്ചിട്ടുണ്ടല്ലേ, ക്യാമറമാൻ സേബിക്ക, സ്റ്റൈലിഷ് എൻട്രി. ഇങ്ങനെ ഇത്ര ഓവറാക്കണ്ട കേട്ടോ. എന്ത് നോക്കോ ഓവറാക്കണം. ഇത് തന്നോട് സുഖമില്ലാതെ ആണോ പോസ്റ്റിലേക്ക് പോകാൻ വേണ്ടി എന്തോ ഒരു അടിപിടി നടന്നിപ്പോ ഇവിടെ. ക്യാമറമാൻ ഡയറക്ടർ ഞാൻ ഇവിടെ ഫീലിംഗ് ഇട്ടവരുടെ ഫീലിംഗ് ഇവിടെ ഉണ്ടാകും. ഞാൻ സ്ക്രിപ്റ്റ് മറന്നു. എന്താണ് നിങ്ങൾ കാണിക്കണേ? കണ്ടില്ലേ ഗൈസ്, ഇതാണ് നമ്മളെ വീഡിയോയിലെ അവസ്ഥ. എന്തെങ്കിലുമൊക്കെ ആയിട്ട് കച്ചറ ഉണ്ടാവും, സ്വാഭാവികം. അപ്പോൾ ഇനി അങ്ങോട്ട് ചിലപ്പോൾ ഈ വീടിൻ്റെ റെഫറൻസ് വെച്ച് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണ്. കണ്ടില്ലേ, ഒരു പഴയൊരു ആംബിയൻസ് ഉള്ളത്. ഇപ്പോൾ ലൊക്കേഷനോട് ആരും ചോദിക്കരുത്, അത് നമ്മൾ പറയില്ല, അത് കുറച്ച് ദൂരെയാണ്. അപ്പോൾ എന്തോ ഫ്രെയിംസ് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. ക്യാമറമാൻ എപ്പോൾ നോക്കിയാലും ഒരു സുന്ദര സ്റ്റൈലിലാണ് എപ്പോഴും ആൾ നിൽക്കൽ, എപ്പോഴും നല്ല ലുക്കിലാണ്. ഇക്കടെ ലുക്കിൻ്റെ രഹസ്യം എന്താണ്? ഷോയിബിക്ക ഫാൻസ് കുറേ വീഡിയോ ഇട്ട ഷോയിബിക്ക ഫാൻസ് മറഞ്ചേരി, ഷോയിബിക്ക ഫാൻസ് വളഞ്ചേരി, എവിടെ നിന്നൊക്കെയാണ്? കാരശ്ശേരി. ഓക്കെ, അപ്പോൾ ഒരു കരശ്ശേരി മുക്കം ഭാഗത്തല്ലേ? കാരശ്ശേരിയാണ് അത് സ്ഥലല്ലേ, എന്റെ ഇനീഷ്യലാണ്. ഉള്ളതന്നെ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് കാണാം. എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇവിടെ. ഒരു പഴയൊരു ആംബിയൻസ് ഫീൽ ചെയ്യുന്ന വീട്. ക്യാമറമാൻ പുഷ്കരൻ ഒന്നുകൂടെ വളയട്ടെ. ഹലോടാ ഷേബേ, അതോടെ കുറെ നേരമായി ഒരു ഷോട്ടിന് വേണ്ടി ഇത്ര സമയം. ഇതെന്താ അറിയോ, മേലെ കുറഞ്ഞ് അടി കൂടുതല്. ഇപ്പൊ നമ്മള് വീട് എടുക്കുമ്പോഴേ കണ്ടന്റ് എടുക്കുമ്പോ എപ്പോഴും അടിഭാഗം എത്ര ഇട്ടാൽ മതി, മേൽഭാഗത്തേക്കാണ് കൂടുതൽ വേണ്ടത്. പഠിച്ചു പോട്ടെന്നൊക്കെ കടിച്ചോ അങ്ങനെ ചെയ്യുക. മേലെ വേണല്ലേ? മേലെ വേണം, അടി കുറച്ചാണ്. ഇങ്ങനെ അതിനെ തട്ടിപ്പോകല്ലേ, ആ സാധനം എടുത്തിട്ടാ ചവിട്ടിയാണ്ടേ. മറ്റേ പറയണ്ടോ? പറയാം. ആണോ? എന്തെങ്കിലും ഇപ്പം ചെയ്യാൻ പറ്റുമോ? കുറച്ച് അർജന്റ് ആയോണ്ടാ. ഒരു പൈസ ഇല്ലാത്ത ആൾക്കാരാ, ഓൽക്കൊക്കെ കൊടുക്കണം. നമ്മക്ക് തന്നെ ഒരു മോശമായിക്കാരം. ഒന്നുകൂടെ പോയേക്കാം നോട്ടം. ഇത് നിങ്ങൾക്ക് നോട്ടം മാത്രം മതി. ജസ്റ്റ് പിന്നെ എനിക്കിത് വിവരമില്ല, ഞാൻ ചെയ്ത് നോക്കട്ടെ. ഈ ആട് നിൽക്കുമോ? ലാസ്റ്റ് ഡയലോഗ് ഒന്ന് പറയും ജസ്റ്റ്. നോക്കിയോ, ഒരു പൈസ ഇല്ലാത്ത ആൾക്കാരാ, ഓൽക്ക് കൊടുക്കണം. നമ്മക്ക് തന്നെ ഒരു മോശമായിക്കാരം. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പൈസ ഇല്ലാത്ത ടീമാ, കൊടുക്കുക. നമ്മക്ക് തന്നെ ഒരു മോശമായിക്കാരം. പ്രകൃതി രമണി വേണം. നോക്കാം, ശ്രമിക്കാം. പ്രകൃതിയാണോ? ഇവിടെ ഫുൾ പ്രകൃതിയാണ്. എവിടെ ക്യാമറ വെച്ചാലും പ്രകൃതിയാണ്. അജ്മലേ അതിലോട്ടോ. റെഡി, 1 2 3 സ്റ്റാർട്ട്.
BPL ഈ 90s കിഡിനൊക്കെ അറിയുള്ളൂ. നമുക്കൊന്നും അറിയണ്ടാവില്ല. 20s കിഡ് അല്ലേ? ഇല്ല നമുക്കത്ര ഓർമ്മയില്ല. പഴയ കാലം ഞങ്ങള് അപ്പോ നിങ്ങൾക്ക് എത്ര വയസ്സ്? കണ്ടതാ അതല്ല പണ്ട് ഈ ചേട്ടൻ കണ്ട നിങ്ങൾക്ക് എത്ര തോന്നുന്നു വയസ്സ്? പണ്ട് നാഷണൽ TV മാത്രമേ കിട്ടുണ്ടായിരുന്നല്ലോ. അതില് ദൂരദർശനും നാഷണലും ഉച്ചന്റെ ശേഷം 3 മണിക്ക് ശേഷം തോന്നുന്നു നാഷണൽ ഉണ്ടാവും. ഇത് കേൾക്കണവർക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ കഴിയും, എല്ലാവർക്കും കഴിയില്ല. അതിൽ നിന്നിട്ട് ഇന്ത്യന്റെ കളി വരും, അതിന് വേണ്ടി കാത്തിക്കും. പിന്നെ ഞായറാഴ്ച മാത്രമേ സിനിമ ഉണ്ടാവുള്ളൂ. പിന്നെ ചിത്രഗീതം അങ്ങനത്തെ കുറെ സംഭവം ഉണ്ടാവും. അത് വേറെ വൈബാണ്. ആ TV ഇങ്ങനെ കാണിച്ചു കൊടുക്കും. നിങ്ങൾ സിംഗിൾ ആണോ മാരീഡ് ആണോ? ഇയാൾക്ക് എത്ര വയസ്സുണ്ടാവുന്ന് കമന്റ് ചെയ്യട്ടാ പെട്ടെന്ന്. ആളൊന്ന് ഫേസ് കാണിച്ചേ ഷെബിക. ഒരു ആരെ കട്ടപ്പ പറയാ. ബിടെക്കിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ? മലയാളം മൂവി ആസിഫലിന്റെ മൂവി ബിടെക്കിലൊക്കെ അഭിനയിച്ച ആളാണ്. അപ്പൊ ഗൈസ് വീഡിയോകളൊക്കെ കണ്ടല്ലോ, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക.